പഞ്ചവടിപ്പാലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ്. ഈ സിനിമയുടെ കുറേ തമാശകൾ ഈ കാർട്ടൂണിൽ നിന്നും അല്ലാതെയുമൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കുന്ന തമാശകളിൽ നിന്നോ അത് നമ്മുടെ ആരുടെയും കുറ്റമായിട്ടല്ല, പക്ഷെ അത് വിദഗ്ധമായി ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് റാഫി മെക്കാർട്ടനും സിദ്ദിഖ് ലാലും ഒക്കെ വളരെ മനോഹരമായി ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പം നമുക്കറിയില്ല ഇതിൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടെങ്കിലും വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് എത്രത്തോളം ഗൗരവമുള്ള ഹാസ്യമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ സിനിമാ രംഗത്ത് ഇപ്പം തമാശകൾക്ക് നല്ല മാർക്കറ്റാണ്. നിങ്ങളാണെന്ന് വെച്ചാൽ ഈ ചെറിയ സ്ക്രീനുകളിൽ ഒരുപാട് ഹാസ്യ ബഡായി ബംഗ്ലാവ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ് ചിരിയുടെ മിനി സ്ക്രീനിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കലാരൂപവും ഓവറാവുമ്പോൾ ഇത് സ്കെയിലാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നല്ല ഹാസ്യം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഇപ്പം നമ്മൾ വരുമ്പം ഈ ചർച്ച കുറച്ചുകൂടെ ഗൗരവമാവുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടാവണം. ഇപ്പോൾ ചിരിക്ക് അങ്ങനെയാണല്ലോ. ചിരി കുറേ കൂടി ഗൗരവമുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചിരിയെ കാണുന്നത്. അപ്പോൾ ടെലിവിഷനിൽ പലപ്പോഴും ഉണ്ടാകുന്ന തമാശകൾ ഒരു ടെംപ്ലേറ്റിലാണ് അത് ഉണ്ടാക്കി മിക്കവാറും അവർ എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യണം, എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമയിലെ പോലെ പരിപാടികൾ ഇപ്പോൾ ഇല്ല. പിന്നെ പഴയ പോലെ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ഇപ്പോൾ പഴയ പോലെ രാഷ്ട്രീയം പറഞ്ഞാൽ കുഴപ്പമാണ്. ഒന്നുകിൽ അവന് സൈബർ അറ്റാക്ക് നേരിടും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരാളെ വിമർശിക്കാനും പറ്റില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും. ഇപ്പം നമ്മൾ തമാശ അവൻ മറ്റേ പാർട്ടി ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് എന്ന് പറയും. അല്ല, ഇത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ പുരാണങ്ങളിൽ മുതൽ ചിരി നിരോധിച്ചത് ഉണ്ട്. അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ വേളു കൃഷ്ണൻകുട്ടി സാറിനെ പറഞ്ഞു വന്നത്, വേളു കൃഷ്ണൻകുട്ടി സാറിന്റെ ഒരു പുസ്തകം ചിരിയുടെ ചരിത്രം എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം ചിരി നിരോധിച്ചത് ഒരു കഥ പറയുന്നുണ്ട്. അത് ആനന്ദരാമായണത്തില് ശ്രീരാമനാണ് അയോധ്യയിൽ ചിരി നിരോധിച്ചത് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ആനന്ദരാമായണത്തിലെ കഥയാണ് അത്. ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്ന സമയത്ത് ഓരോ അമ്പയക്കുമ്പോഴും ഈ 10 തലകളിൽ ഓരോ തല വേർപെട്ട് പോകുമ്പോഴും ഇത് അസാധ്യമായ രീതിയിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിരിച്ച് കൊണ്ട് ഈ തല രാമന്റെ അടുത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ രാവണന് മോക്ഷം കിട്ടുകയാണ് എന്ന് രാവണൻ അറിയാം. അത് മനുഷ്യനായ ശ്രീരാമൻ അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ കളിയാക്കുകയാണ് എന്ന് തോന്നലുണ്ടായി. ഈ അമ്പ് പിന്നെയും കൊലച്ചിട്ട് ഈ തല മുകളിലേക്ക് എടുത്ത് രാവണന്റെ തല മുകളിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രോമ ശ്രീരാമന്റെ ഉള്ളിലുണ്ട് എന്നും, അത് കഴിഞ്ഞ് അന്തപുരത്തിൽ രാജസദസ്സിൽ എപ്പോഴോ, അതായത് രാവണ നിഗ്രഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജസദസ്സിൽ എപ്പോഴോ ആരോ ഒരാൾ നൃത്തം ചെയ്ത സമയത്ത് നൃത്തത്തിനുണ്ടായ ഒരു തമാശ, ആ തമാശ സദസ്സിലുള്ള ആരൊക്കെയോ ചിരിച്ചു. സദസ്സിലുള്ളവർ ചിരിച്ചപ്പോൾ ശ്രീരാമനെ കളിയാക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഇനി ഈ അയോധ്യയിൽ ചിരി പാടില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കി. അങ്ങനെ ഭടനെ വിളിച്ചിട്ട് പെരുമ്പറ കൂട്ടി അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അയോധ്യ മുഴുവൻ ചിരി ഇല്ലാതാക്കി. അങ്ങനെ ചിരി നിരോധിച്ച അല്ലെങ്കിൽ ചിരി ഇല്ലാതാക്കിയ, ചിരിയെ നിരോധിച്ചൊരു ഭരണകർത്താവായിട്ടാണ് ശ്രീരാമനെ വേളു കൃഷ്ണൻകുട്ടി ആ പുസ്തകത്തിൽ അടയാളപ്പെടുന്നത്. ഒരു പക്ഷേ പുള്ളി അദ്ദേഹം എവിടെന്നെങ്കിലും ഈ ആനന്ദരാമായണത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ബ്രഹ്മാവ് ഒരു മരത്തിൽ വന്ന് താമസിക്കുകയും ആ മരം തന്നെത്താനെ ചിരിക്കുകയും ചെയ്യുന്നതായി ഒരു വിറവ് വെട്ടുകാരൻ പറയുന്നു. ആ വിറക് വെട്ടുകാരൻ ചിരിക്കുന്നത് കണ്ട് ഭടൻ അറിയിച്ചു, ഒരാൾ ചിരിക്കുന്നുണ്ട്, അയാളെയും കൊണ്ട് രാജസദസ്സിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ രാജസദസ്സിൽ വന്ന് ശ്രീരാമൻ ചോദിക്കുന്നു, എന്തിനാണ് താൻ ചിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈ വിറവ് വെട്ടുകാരൻ പറഞ്ഞു, ഞാനൊരു മരത്തിനെ വെട്ടാൻ പോയി, മരം നിന്ന് ചിരിച്ചു. അപ്പം മരം ചിരിച്ചു എന്ന് കേട്ട് പറഞ്ഞാൽ മരം ചിരിക്കുകയെ. അപ്പം അങ്ങനെ ബാക്കിയുള്ളവർ ചിരിക്കുകയും ശ്രീരാമന് ചിരി വരികയും ചെയ്തു. അങ്ങനെ ആ മരം വെട്ടിക്കളയാൻ തീരുമാനമെടുത്തു. ശത്രുഘ്നൻ വരെ മരത്തിന് അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റിയില്ല. മരം വരുന്നവരെ എല്ലാവരെയും കടപുഴക്കി എറിഞ്ഞു. അപ്പോൾ ഇത് സാധാരണ മരമല്ല എന്ന് തിരിച്ചറിയുകയും പിന്നീട് ഈ മരത്തിനുള്ളിൽ ബ്രഹ്മാവാണെന്നും ബ്രഹ്മാവ് പറഞ്ഞു, നീ ചിരി നിരോധിച്ചാൽ ആളുകൾ എങ്ങനെയാണ് സന്തോഷിക്കുക, ആളുകൾക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ചിരിയെ ഉത്സവമാക്കുകയാണ് വേണ്ടത് എന്ന് ബ്രഹ്മാവ് പറയുകയും പിന്നീട് ഇനി ഈ നാട്ടിലെ എല്ലാവരും ചിരിക്കട്ടെ, ആ നിരോധനം എടുത്തു കളയുകയും ചെയ്തൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ചിരി നിരോധിക്കുന്ന അല്ലെങ്കിൽ ചിരിയെ വേറൊരു രൂപത്തിൽ കാണുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ലോകം മുഴുവൻ ഭ്രാന്തന്മാർ ഭരിക്കുകയാണ്. ഇപ്പോൾ ഭ്രാന്തെന്ന് പറഞ്ഞാൽ
തലയ്ക്ക് ഭ്രാന്താണോ നമുക്ക് തോന്നിപ്പോകും. രാവിലെ അദ്ദേഹം എന്താണ് ഇങ്ങോട്ടാണ് ഓട്ടോറിക്ഷ പോലെ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ തിരിയുന്നതെന്ന് അറിയാൻ വയ്യ. വ്ളാഡിമിർ പുടിൻ എങ്ങനെയെങ്കിലും അടി ഉണ്ടാക്കി നടക്കുന്ന ആളാണ്. നെതന്യാഹു അടി ഉണ്ടാക്കി നടക്കുന്ന ആളാണ്. പിന്നെ കൊറിയയിൽ ചെന്ന അങ്ങനെ ഒരാൾ. ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഭരിക്കുന്നവരിൽ ഈ സെലൻസ്കി സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ശരിക്കും, പിന്നെ ഉക്രൈൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഈ ലോകം മുഴുവൻ കുറേ പ്രാന്തന്മാർ ഭരിക്കുമ്പോൾ അവർ തന്നെ അവിടെയുള്ള പല സ്റ്റാൻഡപ്പ് ഷോകളും ചില ഹ്യൂമർ ഷോകളും ഒക്കെ അമേരിക്കയിൽ കയറാൻ വയ്യാത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഉണ്ട്. അതായത് ഭരണാധികാരികൾക്കെതിരെ പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിലും 1, 2, 3 പേര് പിന്നെ ബോംബെയിലുള്ള മഹാരാഷ്ട്രയിലുള്ളൊരു വളരെ പ്രശസ്തനായ സ്റ്റാൻഡപ്പ് കൊമേഡിയന് പരിപാടി അവതരിപ്പിക്കാൻ പറ്റാതായിട്ടുണ്ട്. ഒരു പക്ഷേ ചിരിയെ നിരോധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭരണാധികാരികളെ അവർക്ക് വേണ്ട വിധത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സുഖിപ്പിക്കുന്ന രീതിയിൽ ചിരി ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ ഇന്ത്യയിലെ അങ്ങും ഒക്കെയാണ് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ സ്റ്റേജ് വിലക്കും ഊരുവിലക്കും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നമ്മൾ ഒരുപക്ഷെ കേരളമാണ് സ്വന്തം ഭരണാധികാരിയെ കളിയാക്കിക്കൊണ്ട് ഓട്ടം തുള്ളലും ചാക്യാർകൂത്തും ഒക്കെ നമുക്ക് അന്നേ ഉണ്ട്. നമുക്കൊരു വലിയ പാരമ്പര്യം ചിരിക്കുണ്ട്. പക്ഷേ അത് നമ്മളിൽ നിന്നും ഇല്ലാതെയാവുന്നത് നമ്മൾ കാണേണ്ടതാണ്. ഇതിൻ്റെ ഓവർ യൂസ് ആണ്. നേരത്തെ സുധീർനാഥ് ചോദിച്ചതിന് ഉത്തരം അങ്ങനെയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ നിലവാരം കുറയുന്നുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് പറയും. ഇപ്പം ടെലിവിഷനിൽ തമാശ എഴുതുന്ന 52 പേരാണ് ആകെയുള്ളത്. ഒരു സംഘടനയുണ്ട് നമുക്ക്, റൈറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കോമഡി റൈറ്റേഴ്സ് ഇൻ ടെലിവിഷൻ എന്നൊരു സംഘടനയാണ്. ആകെ 52 പേരേ ഉള്ളൂ. ഈ 52 പേരാണ് കഴിഞ്ഞ ഒരു 20 വർഷമായി ടെലിവിഷനിലെ തമാശ പരിപാടികൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെ 20-22 വയസ്സ് പ്രായമുള്ളവരില്ല. എല്ലാവരും 45-ന് മുകളിൽ പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളുടെ വായനയുടെയും അല്ലെങ്കിൽ നമ്മളെ അറിവിൻ്റെയും നമ്മളെ നിരീക്ഷണത്തിൻ്റെയും ഒക്കെ പ്രായം ഈ ടെലിവിഷനിലെ തമാശകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. ഈ നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ട ഒരു സമയമായി. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു രാഷ്ട്രീയത്തിൽ ഒരു പാരഡി എഴുതിയതെന്ന് പറഞ്ഞു. അതെ അതെ അതെ. എഴുതാൻ പേടിയുണ്ടോ? എന്താണ്? കാർട്ടൂണിസ്റ്റുകളെ സംബന്ധിച്ച് പറയാം, ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വിമർശനപരമായ ഭരണാധികാരികളെ വിമർശിക്കുന്ന ഒരു കാർട്ടൂൺ വരയ്ക്കാൻ കാർട്ടൂണിസ്റ്റിന് പേടിയാണ്. അഴിക്കുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ അതെന്തായിരുന്നു സംഭവം? തൂക്കിക്കൊല്ലുകയല്ല, അഴിക്കുള്ളിലാകുകയാണ്. അതെന്തായിരുന്നു അത് സംഭവം? അല്ലേ? അഴിമതി. എനിക്ക് അഴിമതി എന്ന് പറയുന്നത് അത് അഴീക്കോട് മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. അഴിമതി അല്ല, അത് അത്തരം കാര്യങ്ങളിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ഇത് അതിഭീകര കോമഡി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിലേക്ക് പോയത്. മറ്റൊന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാത്രമേ അതായത് പൊതുജനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ പാടിയിട്ടില്ല ഇതിനു മുമ്പ്. പക്ഷേ ഇത് പൊതുജനങ്ങൾ മുഴുവൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കൂടെ കൂടിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിനെ ഒരു പാർട്ടിയുടെ സൈഡിലേക്ക് മാറുന്നുണ്ട് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഇനിയും ഞാനത് ചെയ്യണമെന്നില്ല. പക്ഷേ ഇത് അതിനെല്ലാം കവച്ചു വെച്ചിട്ടുള്ള കോമഡികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താണ് ഒരു കാര്യമുള്ളത്, ഡാർക്ക് ഹ്യൂമറുകൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ആർദ്രതയൊന്നുമില്ലാതെ മനുഷ്യനോട് സഹാനുഭൂതി ഒന്നും ഇല്ലാതെ ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മോഹിനിയാട്ടം സിനിമ കണ്ടിരുന്നോ? മോഹിനിയാട്ടം സിനിമയിൽ ഡാർക്ക് ഹ്യൂമർ. ഞാൻ ഒരു ചെറിയ സംഭവം ഞാൻ ഒന്ന് ഓർക്കുകയാണ്. അതായത് പണ്ട് ഒരു കാട്ടാന നാട്ടിലേക്ക് കയറി വന്ന ഒരു പടക്കം എടുത്ത് കടിച്ചപ്പോൾ അതിൻ്റെ ആ താഴെയുള്ള ചുണ്ടുണ്ടല്ലോ, നമുക്ക് ഞാനിങ്ങനെ തുമ്പിക്ക് വെക്കുമ്പോൾ ഈ ചുണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ, അത് പൊട്ടി ചെതറിപ്പോയിട്ട് അതിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ആ വെള്ളം അതിൽ തുമ്പിക്ക് കൊണ്ട് വായിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒഴുകി പോവാണ്. അപ്പോൾ ഇത് ഡോക്ടർമാർ അതിനെ ചികിത്സിച്ചിട്ട് തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ആന വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഈ ടി വിയിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറയുകയാണ്, അതേ ആ ആന വന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ചേട്ടാ വിശക്കുന്ന പടക്കം വല്ല ഇരിപ്പുണ്ടോന്ന്. ഇത് ഡാർക്ക് ഹ്യൂമറാണ്. കാരണം ആനയുടെ വേദനയുടെ മുകളിലും അയാൾ ചിരിക്കുകയാണ്. എൻ്റെ ഒരു കാര്യം ഇപ്പം ഞാൻ കേട്ടതൊരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് പറയുന്നത്, അതായത് ജഡ്ജി വിധി പ്രഖ്യാപിക്കുക. ഒരു ജഡ്ജി അപ്പോൾ താങ്കൾ ചെയ്തിരിക്കുന്ന കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മുഖ്യപ്രതിയായ താങ്കളെ നാളെ രാവിലെ 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അയാൾ ചിരിക്കും, ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അവരുടെ ജഡ്ജി പറഞ്ഞു, ഓർഡർ ഇത് കോടതിയാണ്, താങ്കൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, എത്ര മണിക്കെന്ന്? പുലർച്ചെ 5 മണിക്ക്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ 7 മണിയാകുമെന്നു.
ഈ ഒരു തമാശ ഉണ്ടല്ലോ, അയാൾ നാളെ മരിക്കാൻ പോകുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മോഹിനിയാട്ടം പോലുള്ള ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ തന്നെ വേറൊരു ഒരു 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 ഇന്റർപ്രിട്ടേഷൻ വേണം, അങ്ങനെ പറയാം തമാശയുടെ. എന്തായാലും ഈ ഒരു ചെറിയ സംവാദം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഫെലിക്സ് 4 വരി പാടി അങ്ങ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംവാദത്തിന് വേദിയൊരുക്കി തന്ന കൈരളി ബുക്സിനോടുള്ള നന്ദി ഞങ്ങൾ 3 പേരുടെ പേരിലും രേഖപ്പെടുത്തുന്നു. ഒരു സമാപന പാട്ടോടുകൂടി തന്നെ സമാപനം ഒരു അല്പം ദുഃഖഛായുള്ള പാട്ട് പാടിക്കോട്ടെ. അതായത് നമ്മളൊരു ചിക്കൻ എല്ലാവരും കഴിക്കുമല്ലോ അല്ലേ? നമ്മൾ ഒരു കടയിൽ പോയി ഒരു ചിക്കൻ വാങ്ങുമ്പോൾ ഈ കുറേ പൂവൻ കോഴികളുണ്ടായിരിക്കും. അല്ല, പൂവനും പടയല്ലല്ലോ, ഇപ്പം ഇതിന് പൂവനാണോ പടയാണെന്ന് നമ്മൾ നോക്കാറില്ല. അങ്ങനെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. നമ്മളൊരു കോഴിയെ വാങ്ങുമ്പോൾ ആ കോഴിയുടെ സഹോദരൻ കോഴി ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കോഴിയെ കൊണ്ടുപോയി ആ കോഴിയുടെ സഹോദരൻ പാടിയ പാട്ടാണ്. അപ്പോഴും നിങ്ങൾ ആ ഒരു പക്ഷി മനസ്സോടുകൂടി ഇരുന്നാൽ ഒരല്പം ദുഃഖിച്ച് പിരിയാം. പെട്ടെന്ന് പാടാം. ഇന്നലെ എൻ്റെ ചേട്ടനെ നിങ്ങൾ ഓടിപ്പിടിച്ചില്ലേ, നിങ്ങൾ ചാടിപ്പിടിച്ചില്ലേ, വാളുപോൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് നീ ചേട്ടനെ കൊന്നില്ലേ, എൻ്റെ ചേട്ടനെ കൊന്നില്ലേ. ഷോപ്പിൽ നിന്നും പച്ചമുളകും ഇഞ്ചിയും വാങ്ങിച്ചു, മാളിൽ നിന്നും ചിക്കൻ മസാലയും 1 കിലോ വാങ്ങിച്ചു, ചില്ലി പൗഡർ മഞ്ഞൾ പൊടി സ്പൂണിലെടുത്തില്ലേ, പാകം പോലെ ചേർത്ത് കൊടുക്കാൻ ഉപ്പുമെടുത്തില്ലേ, മേലത്തെ ചേരുവകൾ ഒരു പാത്രത്തിലാക്കി നീ എണ്ണയും ചേർത്ത് ഈ തവി കൊണ്ട് വഴറ്റിയെടുത്തില്ലേ, നീ വഴറ്റിയെടുത്തില്ലേ. എപ്പോ? യെസ്റ്റർഡേ. ഇന്നലെ എൻ്റെ ചേട്ടനെ നിങ്ങൾ ഓടിപ്പിടിച്ചില്ലേ. അങ്ങനെ പോകുന്നു. അവസാനം വന്നിട്ട് കുക്കറിനുള്ളിലായി എൻ്റെ ചേട്ടനെരിയുമ്പോൾ FB-യിലിടാൻ ഫോളോവേഴ്സ് കാണാൻ സെൽഫി എടുത്തില്ലേ, നിങ്ങൾ സെൽഫി എടുത്തില്ലേ. എപ്പോ? യെസ്റ്റർഡേ. ഇന്നിപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ ചിക്കൻ കറിയല്ലേ, നാടൻ ചിക്കൻ കറിയല്ലേ, ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി കൂട്ടി ഒറ്റയ്ക്ക് തിന്നില്ലേ, താൻ ഇന്നൊറ്റയ്ക്ക് തിന്നില്ലേ. താങ്ക് യു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ഈ അജിത് കോഡ് എന്ന് പറയുന്ന അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അദ്ദേഹം ഞാനിവിടെ വരുന്നതെന്ന് അറിഞ്ഞ് അതിനു മുമ്പ് അപ്പുറത്ത് കൊണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹം ഒരു 2 വരി പാരടി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. പാടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലത്തെ അവസ്ഥകളാണ്. ഞാൻ 2 ലൈൻ പാടാം. അപ്പോളും പറഞ്ഞില്ലേ കുത്തണ്ട കുത്തണ്ട അന്ന്, കുത്തണ്ട കുത്തണ്ട അന്ന്, ആശിച്ചു മോചിച്ച് കാത്തിരുന്നപ്പോൾ ഉന്തും തള്ളും പിടിവലിയും, ഉന്തും തള്ളും പിടിവലിയും, കുത്തിയ വോട്ടറും അടുത്ത് തിരിച്ചു കുത്തുവാൻ പായുന്നു, തിരിച്ചു കുത്തുവാൻ പായുന്നു. അപ്പോഴും പറഞ്ഞില്ലേ കുത്തണ്ട കുത്തണ്ട അന്ന്, കുത്തണ്ട കുത്തണ്ട അന്ന്. താങ്ക് യു. അല്ല, വലിയ സന്തോഷം. കുറച്ച് സമയം കുറേ പഴയ കാര്യങ്ങൾ നമ്മൾ ഈ ഓരോന്നോരോന്ന് പറയുമ്പോഴാണ് കണക്ട് ചെയ്താണ് ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ ഓർത്ത് പറയാൻ അവസരം തന്നു. അങ്ങനെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ശ്രീനിയേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ശ്രീനിയേട്ടൻ ചിന്താവിഷ്ടയ ശ്യാമളയിൽ അപ്പോൾ നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും ചാടട്ടെ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു തമാശയുണ്ട്. പക്ഷെ ആ തമാശ സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിട്ട് അയാൾ കിണറ്റിൽ ചാടിയപ്പോൾ കിണറ്റിനടിയിൽ മാതൃഭൂമിയുടെ ക്യാമറമാൻ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ എഴുതുന്ന തമാശകൾ സംഭവിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. തമാശകൾ എന്നും ഒരുപാട് സംഭവിക്കട്ടെ. നമ്മളൊരു സെൽഫോൺ ആണെങ്കിൽ റീചാർജിങ് ബാറ്ററി പോലെ ചിരി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമുക്ക് എന്നും റീചാർജ് ഉണ്ടാക്കാൻ ചിരിയെ ആയുധമാക്കാം. ചിരി ആരുടെ ഉള്ളിൽ നിന്നും മനസ്സിൽ നിന്നും മുഖത്ത് നിന്നും പോവാതിരിക്കട്ടെ. താങ്ക് യു.